Good afternoon. Metallurgy and Machine Tools first module മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. അതിൽ അടങ്ങിയിട്ടുള്ള ചില ഡെഫിനിഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ എന്തിനാണ് ഈ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൻ്റെ ആവശ്യകത, ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ഡയഗ്രമാണ് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന എൻജിനീയറിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ ആണ്. അപ്പോൾ സ്റ്റീലും കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് അതൊരു അയൺ കാർബൺ അലോയി സിസ്റ്റമാണ്. അതിൽ ഒന്നിൽ കൂടുതൽ കമ്പോണൻറ്റ് അലോയ്സ് ഉണ്ടായിരിക്കും. ബട്ട് അതിലെ മെയിൻ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള 2 കമ്പോണൻസ് എന്ന് പറയുന്നത് അയണും കാർബണുമാണ്. അല്ലാതെയും മറ്റ് എലമെൻസുകളെല്ലാം പ്രസൻ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ ഈ 2 കമ്പോണൻറ്റ് ഉൾപ്പെട്ടിട്ടുള്ള ഫേസ് ഡയഗ്രാം അല്ലെങ്കിൽ 2 കമ്പോണൻറ്റ് ഉൾപ്പെട്ടിട്ടുള്ള അലോയി സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഫേസ് ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു അയൺ കാർബൺ അലോയി സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ അയൺ കാർബൺ കോമ്പോസിഷനിൽ ഇവിടെ കാണുന്ന കോമ്പോസിഷനിലുള്ള അയൺ കാർബൺ അലോയിസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോരോ ടെമ്പറേച്ചേഴ്സിലും ഓരോരോ ഫേസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. അത് ഏതെല്ലാമാണ് നടക്കുന്നത്, ആ ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഏതൊക്കെ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്, ഏതെല്ലാം ഫേസസ് ആണ് അതിൽ പ്രസൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ ഒരു അയൺ കാർബൺ അലോയിനെ ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് ലിക്വിഡാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കൂൾ ചെയ്ത് കൊണ്ടുവരുന്നു. ഞാൻ കൂൾ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ടുള്ള കൂളിംഗ് ആണ്. കാരണം നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് വളരെ സ്ലോ കൂളിംഗ് നടത്തിയിട്ട് കിട്ടുന്ന ഫേസ് ട്രാൻസ്ഫോർമേഷൻസും ഏതെല്ലാം സ്ഥലത്താണ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയഗ്രമാണ് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതിൽ വൈ ആക്സിസിൽ നമ്മൾ പറഞ്ഞിരുന്നു ടെമ്പറേച്ചറാണ്, എക്സ് ആക്സിസിൽ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആണ്. കാർബണിൻ്റെ വെയ്റ്റ് പെർസെൻറ്റേജ് ആണ് നമ്മൾ എടുക്കുന്നത്. ടോട്ടൽ അയൺ കാർബൺ അലോയുടെ വെയ്റ്റ് എടുത്താൽ അതിൽ എത്ര വെയ്റ്റ് പെർസെൻറ്റേജ് കാർബൺ പ്രസൻ്റ് ആണ്. അതിൽ തന്നെ നമ്മൾ ഈ അയൺ കാർബൺ അലോയി സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു മാക്സിമം 6.67% കാർബൺ വരെ ഉൾപ്പെട്ടിട്ടുള്ള അയൺ കാർബൺ അലോയി സിസ്റ്റത്തിൻ്റെ ഫേസ് ഡയഗ്രാം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തില്ല, എൻജിനീയറിംഗ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു അലോയി അല്ല മോർ ദാൻ 6.67% കാർബൺ നമ്മുടെ അയണിൽ പ്രസൻ്റ് ആയാൽ നമുക്കത് എൻജിനീയറിംഗ് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു അലോയിയാണ്. അതുകൊണ്ട് അത് പഠിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ. ഇതിലടങ്ങിയിട്ടുള്ള 6.67% കാർബൺ അടങ്ങിയിട്ടുള്ള അയൺ കാർബൺ അലോയി സിസ്റ്റത്തിനെ നമ്മൾ പേര് വിളിച്ചിരുന്നു Fe3C, അതായത് സിമൻറ്റൈറ്റ് അല്ലെങ്കിൽ അയൺ കാർബൈഡ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ സിമൻറ്റൈറ്റ്. അതൊരു മെറ്റാലിക് കോമ്പൗണ്ടാണ്. ബാക്കിയുള്ളതെല്ലാം സോളിഡ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സൊല്യൂഷൻസ് ആണ്. ഓക്കെ, ഈ ഒരു അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം പഠിക്കുക എന്ന് ഉദ്ദേശിച്ചാൽ നമ്മളിതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതിൽ അടങ്ങിയിട്ടുള്ള ഡിഫറെൻറ്റ് ഫേസസിനെ കുറിച്ചിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡിഫറെൻറ്റ് ഫേസസ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സോളിഡ് ഫേസും ഉണ്ട്, ലിക്വിഡ് ഫേസും ഉണ്ട്. ലിക്വിഡ് ഫേസ് ഇവിടെയാണ്, നിങ്ങൾക്ക് കാണാം. ലിക്വിഡ് ഫേസ് ഇവിടെ കാണാം. ആ ലിക്വിഡ് നമുക്കറിയാം പ്യുവർ അയൺ, 0% കാർബൺ എന്ന് പറഞ്ഞാൽ പ്യുവർ അയൺ. അത് മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ 1539 ആണ്. അപ്പോൾ 1539 പ്യുവർ അയൺ മെൽറ്റ് ആവും. നമുക്കറിയാം കാർബൺ കണ്ടൻറ്റ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിൽ എന്ത് വരുന്നുണ്ട്, വേരിയേഷൻ വരുന്നുണ്ട്. അതുപോലെ എ ബി സി ഡി എന്ന് പറയുന്ന ഈ ഒരു ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേര് ലിക്വിഡസ് ലൈൻ എന്നാണ്. എന്താണ് ലിക്വിഡസ് ലൈൻ? ഓക്കെ, ഈ ഒരു ലൈനിനെ വിളിക്കുന്ന പേര് എന്താണ്, ലിക്വിഡസ് ലൈൻ എന്നാണ്. അതുപോലെ നമുക്ക് വേറൊരു ലൈനും കാണാം, എ എച്ച്
JECF. ഈ ലൈനിനെ വിളിക്കുന്ന പേര് സോളിഡസ് ലൈന്. എന്താണ് സോളിഡസ് ലൈന്? കാരണം ഈ ഒരു ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണ് അല്ലെങ്കിൽ ഈ ഒരു ലൈൻ കഴിഞ്ഞ് പോകുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മുടെ അയൺ കാർബൺ അലോയി എന്ത് ചെയ്യുന്നത്, സോളിഡായിട്ട് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആവുക വെൻ കൂളിംഗ്. നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങൾ അസ്യൂം ചെയ്യുക. 1539°C മുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അയൺ കാർബൺ അലോയിനെ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് കോമ്പിനേഷനിലുള്ള അയൺ കാർബൺ അലോയിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലിക്വിഡ് ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് ലിക്വിഡസ് ടെമ്പറേച്ചറിൽ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ലിക്വിഡസ് ടെമ്പറേച്ചറിൽ എത്തിയാൽ എന്തായി, അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ സോളിഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് സോളിഡിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും വെൻ ഇറ്റ്സ് റീച്ച് ടു എവിടെ എത്തുമ്പോൾ, അതിൻ്റെ സോളിഡസ് ലൈനിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ സോളിഡിഫിക്കേഷൻ എന്താവും, കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ലിക്വിഡ് ഫേസും പ്രസൻ്റ് ആണ്, സോളിഡ് ഫേസും പ്രസൻ്റ് ആണ്. അപ്പോൾ ലിക്വിഡ് ഫേസിൻ്റെയും സോളിഡ് ഫേസിൻ്റെയും ഇടയിൽ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു റീജിയൻ ഉണ്ട്. അതെന്തായിരിക്കും, ലിക്വിഡ് പ്ലസ് സോളിഡ് റീജിയൻ ആയിരിക്കും. അത് ഇവിടെയും കാണാം നിങ്ങൾക്ക്, അതുപോലെ ഇവിടെ കാണാം, അതുപോലെ ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാം, അതുപോലെ ഇങ്ങനെ ഒരു ഫേസ് ഇവിടെ കാണാം, ഈ ഒരു ഫേസും കാണാം. ഇത് മൂന്നും എന്താണ്, സോളിഡ് ലിക്വിഡ് ഫേസുകളാണ്. രണ്ടിൻ്റെയും കൂടി മിക്സ്ചർ ആയിട്ടുള്ള ഫേസാണ് ഇതിൻ്റെ ഇടയിൽ വരുന്നത്. ഓക്കെ, ഇനി അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൽ അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു കോമ്പോസിഷന് നമ്മൾ ഹീറ്റ് ചെയ്യും, അയൺ കാർബൺ അലോയിനെ ഹീറ്റ് ചെയ്യുന്നത്, അതിനെ കൂൾ ചെയ്ത് വരുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഫേസസ് അതിലെന്ത് ചെയ്യാം, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഡിഫറെൻറ്റ് ഫേസസ് ഏതെല്ലാമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലൊന്നാണ് ലിക്വിഡ് ഫേസ്. ലിക്വിഡ് ഫേസിനെ കുറിച്ച് നമുക്ക് വലിയ ബോധേഡാവണ്ട. നമുക്ക് മോസ്റ്റ്ലി അറിയേണ്ടത് സോളിഡ് ഫേസസിനെ കുറിച്ചിട്ടാണ്. ലിക്വിഡിൽ നിന്ന് അത് സോളിഡായി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ, സോളിഡ് ഫേസിന് ശേഷം സോളിഡ് ഫേസിൽ തന്നെ, സോളിഡ് സ്റ്റേറ്റിൽ തന്നെ ഡിഫറെൻറ്റ് ഫേസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ റേഞ്ചസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ഫേസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിയണം. കാരണം ഡിഫറെൻറ്റ് ഫേസസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഡിഫറെൻറ്റ് സോളിഡ് ഫേസസ് അതിൻ്റെ ഈ ഒരു അലോയിയുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അതിന് ചിലപ്പോൾ അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ഫേസസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോരോ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാവും. ചിലതിന് സ്ട്രെങ്ത് കൂടും, ചിലതിന് സ്ട്രെങ്ത് കുറയും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ എന്ത് വരും, വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡിഫറെൻറ്റ് സോളിഡ് ഫേസസ് അറിയുക എന്നുള്ളത് നമുക്ക് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഏതെല്ലാമാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്, ഫെറൈറ്റ്, ഓസ്റ്റനൈറ്റ്, പേളൈറ്റ്, സിമൻഡൈറ്റ്, ലെഡുബറൈറ്റ്. മാർട്ടൻസൈറ്റ് ഇല്ല. മാർട്ടൻസൈറ്റ് എന്ന് പറയുന്നത് വേറൊരു കേസാണ്, അത് നിങ്ങൾ നോക്കണ്ട. പേളൈറ്റ്, സിമൻഡൈറ്റ്, ലെഡുബറൈറ്റ്, ഇവ ഓരോന്നും എന്താ എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ 5 ഫേസ് ഏതൊക്കെയാണ് ഓർത്തിരിക്കുക, ഫെറൈറ്റ്, ഓസ്റ്റനൈറ്റ്, പേളൈറ്റ്, സിമൻഡൈറ്റ്, ലെഡുബറൈറ്റ്. ഈ 5 സോളിഡ് ഫേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ പ്രസൻ്റ് ആണ്. അല്ലെങ്കിൽ അത് നമ്മളൊരു അലോയ് സിസ്റ്റത്തിൽ, അയൺ കാർബൺ അലോയ് സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതെല്ലാം ടെമ്പറേച്ചേഴ്സിലാണ് ആ ഫേസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. ഒരു പർട്ടിക്കുലർ കോമ്പിനേഷനിലുള്ള കാർബണും അയൺ കാർബൺ അലോയ് നിങ്ങൾ എടുത്താൽ, ആ ഒരു അലോയിൽ ഏത് ടെമ്പറേച്ചറിൽ എത്തിയാൽ അത് പേളൈറ്റ് ഫേസ് ആവും, അല്ലെങ്കിൽ ഓസ്റ്റനൈറ്റ് ഫേസ് ആവും, ഏത് ടെമ്പറേച്ചറിൽ എത്തിയാലാണ് അത് സിമൻഡൈറ്റ് ആവുക. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടി കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഈ 5 ഫേസസ് പ്രസൻ്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. കൂടാതെ എന്തുണ്ട്, ഒരു ലിക്വിഡ് ഫേസും ഇതിൽ പ്രസൻ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ കൂൾ ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു
സ്റ്റീലിൻ്റെ കാര്യം മാത്രം എന്ത് ചെയ്യുന്നു, ഈ ഒരു ലെഫ്റ്റിലുള്ള റീജിയൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ ലിക്വിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു. ലിക്വിഡ് അയൺ കാർബൺ അലോയിനെ ഈ ഒരു ഏരിയയിൽ നമ്മൾ കൂൾ ചെയ്ത് കൊണ്ടുവരികയാണ്. ഈ ഇവിടെ ഭാഗത്ത് ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ കൂൾ ചെയ്ത് കൊണ്ടുവരികയാണ്. അത് 1492 ആ റേഞ്ച് എത്തുന്ന സമയത്ത് 1492 ആ റേഞ്ച്, ഇവിടെ ഈ കാണുന്ന ഈ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ലൈന് എത്തുന്ന സമയത്ത് എന്തായി, ഈ ഒരു ലൈൻ എത്തുന്ന സമയത്ത് ഈ ഒരു ലിക്വിഡ് എന്താ ചെയ്തിട്ടുണ്ട്, ഈ ലിക്വിഡ് അയൺ കാർബൺ അലോയ് സിസ്റ്റം എന്തായി, അതിൻ്റെ സോളിഡിഫിക്കേഷൻ ഈ ഒരു ലൈൻ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആവുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഈ ഒരു പോർഷനിൽ എന്ത് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് എന്നിട്ട് എന്തായിട്ട് മാറി, ഡെൽറ്റ അയൺ ആയിട്ട് മാറി. എന്തായിട്ട് മാറി, ഡെൽറ്റ അയൺ. ഡെൽറ്റ അയൺ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അയണിനെ 3 അലോട്രോപ്പിക് ഫോം, അയണിന് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ അയൺ എക്സിസ്റ്റ്, പ്യുവർ അയൺ എക്സിസ്റ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചറിലാണ്. അതിനെയാണ് നമ്മൾ അലോട്രോപ്പി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇത് ഓക്കെ. ഇപ്പോൾ ഡെൽറ്റ അയൺ എന്ന് പറയുന്ന BCC സ്ട്രക്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലിക്വിഡ് നമ്മുടെ ഈ അയൺ കാർബൺ അലോയ് എന്ത് ചെയ്യുന്നുണ്ട്, കൂൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈൻ കഴിഞ്ഞാൽ എത്തുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ, അതായത് ഇവിടെ ലിക്വിഡ് ഫേസ് ആണ്, ഇവിടെ ഡെൽറ്റ അയൺ, അതായത് കംപ്ലീറ്റ് സോളിഡ് ആയിട്ടുള്ള ഡെൽറ്റ അയൺ ആണ്. ബട്ട് അറ്റ് ഹയർ ടെമ്പറേച്ചർ ആണ്. 1492 ആ റേഞ്ചിലാണ് അതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ, ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഈ ട്രയാങ്കിൾ എന്തായിരിക്കും, ഡെൽറ്റയുടെയും അതുപോലെ തന്നെ ഡെൽറ്റ അയണിൻ്റെയും ഈ ലിക്വിഡ് അയൺ കാർബൺ അലോയിയുടെയും മിക്സ്ചർ ആയിരിക്കും ഈ ഒരു റീജിയണിൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക, പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, കാരണം ഇത് ഇവിടെ നിന്ന് എത്തുമ്പോൾ അത് ലിക്വിഡസ് ടെമ്പറേച്ചറിലാണ്. ലിക്വിഡസ് ടെമ്പറേച്ചറിൽ നിന്ന് എത്തുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സോളിഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഈ ഒരു ലൈനിൽ എത്തുമ്പോഴാണ് അതിൻ്റെ സോളിഡിഫിക്കേഷൻ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്തിയിട്ടുള്ള ഇവിടെ ഈ ഒരു പോർഷനിലേക്ക് എത്തുന്ന സമയത്ത് എന്തായി, കംപ്ലീറ്റ് ഡെൽറ്റ അയണായിട്ട് മാറി. ആ ഡെൽറ്റ അയണിൽ നമുക്ക് മാക്സിമം ഉൾക്കൊള്ളിക്കാവുന്ന കാർബണിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 0.08% ആണ്. അതാണ് H എന്ന് പറയുന്ന പോയിന്റ്. 0.08% കാർബണാണ് നമുക്കത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ഡെൽറ്റ അയണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും കൂൾ ചെയ്യുകയാണ്. അതങ്ങനെ കൂൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, 1400-1394 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലെത്തുമ്പോൾ ഈ ഡെൽറ്റ അയണിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ലൈന് മുതൽ അതിനെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ഏത് ഏത് സ്റ്റേറ്റിലാണ്, സോളിഡ് സ്റ്റേറ്റിലാണ്. കാരണം ഇതിവിടെ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്തു, അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് ഈ ഡെൽറ്റ അയൺ ആയപ്പോൾ തന്നെ അത് മാറിയിട്ടുണ്ട്. ഈ ഡെൽറ്റ അയണെ വീണ്ടും നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലൈൻ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഒരു ഫേസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ആ ഫേസ് ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആവും എപ്പോൾ, ഈ ഒരു ലൈൻ എത്തുന്ന സമയത്ത്. ഓക്കെ, ആ ഫേസ് ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഫേസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഓസ്റ്റനൈറ്റ് എന്നുള്ളതാണ്. എന്താണ്, ഓസ്റ്റനൈറ്റ്. ഓക്കെ, ഓസ്റ്റനൈറ്റ് ഫേസിലേക്ക് വരും. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞത് നമ്മളിപ്പോൾ എന്താണ്, ഈ ഒരു റീജിയണിലുള്ള അയണിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു റീജിയണിൽ വരുന്ന അയണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് 0.018% കാർബണിനെക്കാട്ടും കുറവായിട്ടുള്ള ഒരു അയൺ കാർബൺ അലോയ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ ഒരു റീജിയൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു റീജിയൻ കൺസിഡർ ചെയ്താൽ ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ഫേസിൽ നമ്മൾ കൂൾ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ലിക്വിഡാണ്. ലിക്വിഡസ് ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ സോളിഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോളിഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ കംപ്ലീറ്റ് സോളിഡായിട്ട് മാറും. സോ ഇൻ ബിറ്റ്വീൻ ഈ സോളിഡായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഏത് ഫേസിലേക്കാണ് അത് മാറുന്നത്, ഓസ്റ്റനൈറ്റ് ഫേസിലേക്കാണ് അത് മാറുന്നത്. ഓസ്റ്റനൈറ്റ് ഫേസിലേക്കാണ് മാറുന്നത്. അപ്പോൾ ഇവിടെ ഡെൽറ്റ അയൺ ഈ ഒരു ലൈൻ എത്തിയാൽ അത് ഓസ്റ്റനൈറ്റ് ഫേസിലേക്ക് മാറുന്നു. അതുപോലെ നമ്മുടെ ലിക്വിഡ് അയൺ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫേസിലെത്തി നേരിട്ട് ഓസ്റ്റനൈറ്റ് ഫേസിലേക്ക് മാറുന്നുണ്ട്. അത് ഇവിടെ കാർബൺ കണ്ടൻറ്റ് കുറഞ്ഞത് കൊണ്ട്
ഹയർ ടെമ്പറേച്ചറിലുള്ള നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലുള്ള ഹയർ ടെമ്പറേച്ചറിലുള്ള നമ്മുടെ ലിക്വിഡ് സോളിഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വേറെ ഒരു സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. ഡെൽറ്റ അയൺ എന്ന് പറയുന്ന BCC സ്ട്രക്ചറിലുള്ളൊരു അലോയി ആയിട്ടാണ് മാറുന്നത്. എന്നാൽ ഈ 0.018% കഴിയുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ലിക്വിഡ് അയൺ നേരിട്ട് ഓസ്റ്റനൈറ്റ് ഫേസിലുള്ള സോളിഡ് ആയിട്ടുള്ള അലോയി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഓസ്റ്റനൈറ്റിൻ്റെ സ്ട്രക്ചർ FCC ആണ്. നമ്മൾ പറഞ്ഞു അതെന്താണ്, ഒരു ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻ ഓഫ് കാർബൺ ഇൻ ഗാമ അയൺ. ഗാമ അയണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് FCC ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഗാമ അയണിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഓസ്റ്റനൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ നിന്ന് ലിക്വിഡ് സോളിഡിഫിക്കേഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിലെന്ത് ചെയ്യുന്നു, സോളിഡ് ഫേസ് ആയിട്ടുള്ള ഓസ്റ്റനൈറ്റ് ഫോർമേഷൻ എന്ത് ചെയ്യുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ്ചർ ആയിരിക്കുന്നുണ്ടായിരിക്കും. അതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഇത് കംപ്ലീറ്റ് എന്തായി, ഓസ്റ്റനൈറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഈ ഒരു റീജിയണിൽ കംപ്ലീറ്റ് പിന്നെ ആരാണ്, ഓസ്റ്റനൈറ്റ് ഫേസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വേറൊരു സോളിഡ് ഫേസ് നമ്മൾ പഠിച്ചു. ഡെൽറ്റ അയൺ എന്ന് പറയുന്ന സോളിഡ് ഫേസ് നമ്മൾ പഠിച്ചു. ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്ന ഒരു സോളിഡ് ഫേസ് നമ്മൾ പഠിച്ചു. ഇനി അതിനുശേഷം ഈ ഓസ്റ്റനൈറ്റ് ഫേസിലുള്ള നമ്മുടെ ഈ അയൺ കാർബൺ അലോയിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും കൂൾ ചെയ്യുന്നു. അതിനെ കൂൾ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ നമുക്ക് എന്ത് തരാം, മാക്സിമം ആ ഓസ്റ്റനൈറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, 2% ആണ്. 2% ആണ് മാക്സിമം ഓസ്റ്റനൈറ്റ് കണ്ടൻറ്റ് വരുന്നത്. കാർബണിൻ്റെ കണ്ടൻറ്റ് ഓസ്റ്റനൈറ്റിൽ വരുന്നത് മാക്സിമം എത്രയാണ്, 2% ആണ്. അപ്പോൾ ആ ഒരു റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ നിന്ന് അങ്ങോട്ട് ആ കോമ്പിനേഷനിലുള്ള ഓസ്റ്റനൈറ്റ് ഫേസിലുള്ള അയൺ കാർബൺ അലോയിനെ നമ്മൾ കൂൾ ചെയ്യുന്നു. അതങ്ങനെ കൂൾ ചെയ്യുമ്പോൾ ഈ GS എന്ന് പറയുന്ന ഒരു പോർഷൻ നിങ്ങൾ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള GS എന്ന് പറയുന്ന പോർഷൻ അല്ലെങ്കിൽ A3 എന്ന് പറയുന്ന ലൈന് അവിടെ എത്തുമ്പോൾ ആ ഓസ്റ്റനൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓസ്റ്റനൈറ്റ് ഫേസിലുള്ള അയണിൽ കുറച്ച് ഭാഗം ഫെറൈറ്റിലേക്ക് മാറാൻ ശ്രമിക്കും. ആൽഫ ഫെറൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് FCC സ്ട്രക്ചറിലുള്ള സാധനം വീണ്ടും എന്ത് വരികയാണ്, ഒരു BCC സ്ട്രക്ചറിലേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ട്. സോളിഡ് ഫേസിലിൻ്റെ വീണ്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. അത് കംപ്ലീറ്റ് ആവും വെൻ ഇറ്റ് റീച്ചസ് എവിടെ, ഈ കാണുന്ന ഒരു ടെമ്പറേച്ചറിൽ ഈ ഒരു ലൈൻ എത്തി കഴിയുമ്പോൾ എന്തായി, കംപ്ലീറ്റ് ആയിട്ട് ഈ ഓസ്റ്റനൈറ്റ് ഈ ഒരു റീജിയണിൽ എന്തായും കംപ്ലീറ്റ് ആയിട്ട് ഫെറൈറ്റ് ആയിട്ട് മാറും ഈ ഓസ്റ്റനൈറ്റ്. പക്ഷേ ആ ഫെറൈറ്റിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാവുന്ന കാർബണിൻ്റെ കണ്ടൻറ്റ് എത്രയാണ്, 0.025% കാർബൺ. അപ്പോൾ 0.025%-നെക്കാട്ടും കുറവായിട്ടുള്ള കാർബൺ കണ്ടൻറ്റുള്ള അലോയി ആണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൂൾ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഒബീവിയസ്ലി അതെന്തായിട്ട് മാറും, ഈ ഒരു ലൈൻ കഴിഞ്ഞാൽ അതെന്തായിട്ട് കംപ്ലീറ്റ് എന്തായിട്ട് മാറും, ഫെറൈറ്റ് ആയിട്ട് മാറും. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു മിക്സ്ചർ അല്ലേ, ഇത് രണ്ടും എന്തായിരിക്കും, ഓസ്റ്റനൈറ്റിൻ്റെയും ഫെറൈറ്റിൻ്റെയും കൂടി മിക്സ്ചർ ആയിരിക്കും. കാരണം ഇവിടെ എത്തുമ്പോൾ ഓസ്റ്റനൈറ്റ് എന്ത് ചെയ്യുന്നു, ഫെറൈറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ ഈ ഒരു ലൈൻ കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് എന്തായി, ഫെറൈറ്റ് ആയിട്ട് മാറി. എന്നാൽ 0.025 വരെ എന്തുള്ളൂ, അതിന് കംപ്ലീറ്റ് ഫെറൈറ്റ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ. എന്നാൽ 0.025 കഴിഞ്ഞാൽ അതെന്തായില്ല, നമ്മളെ ഓസ്റ്റനൈറ്റിനെ കംപ്ലീറ്റ് ഫെറൈറ്റ് ആയിട്ട് മാറാൻ പറ്റത്തില്ല. പക്ഷേ ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്ന സോളിഡ് ഫേസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, കംപ്ലീറ്റ്ലി ഈ ഒരു ലൈൻ കഴിഞ്ഞാൽ ആബ്സെൻ്റ് ആണ്. ആ ഓസ്റ്റനൈറ്റ് ഫേസ് പ്രസൻ്റ് അല്ല ഈ ഒരു ലൈൻ കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് A1 എന്ന് പറയുന്ന ലൈന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. ആ ടെമ്പറേച്ചറും ഓർത്തിരിക്കണം, 723 ഡിഗ്രി സെൽഷ്യസ്. ആ ഒരു ടെമ്പറേച്ചർ കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, അവിടെ ഓസ്റ്റനൈറ്റ് പ്രസൻ്റ് അല്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്, ഓസ്റ്റനൈറ്റ് ഫേസിലുള്ള നമ്മുടെ അയൺ കാർബൺ അലോയിൽ കുറച്ച് ഭാഗം എന്തുമായിട്ട് മാറും, ഫെറൈറ്റ് ആയിട്ട് മാറും. കുറച്ച് ഭാഗം എന്തായിട്ട് മാറും, പേളായിട്ടായിട്ട് മാറും. അപ്പം രണ്ട് ഫേസിൻ്റെയും കൂടി ഒരു മിക്സ്ചറായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ആഫ്റ്റർ ഈ ഒരു ടെമ്പറേച്ചർ കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ,
അപ്പോൾ അത് ഈ ഒരു സൈഡിൽ ഇപ്പുറത്തെ സൈഡ് എടുത്താലോ, ഈ ഒരു ടെമ്പറേച്ചർ ലൈനിൻ്റെ ഇപ്പുറത്തെ സൈഡ് എടുത്താൽ ആ ഓസ്റ്റനേറ്റ് എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ പോലെ പേളൈറ്റ് പ്ലസ് സിമൻറ്റൈറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓസ്റ്റനേറ്റ് ഈ ഒരു ലൈൻ കഴിഞ്ഞാൽ മാറുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള റീജിയൻ എന്ന് പറയുന്നത് ഓസ്റ്റനേറ്റ് പ്ലസ് സിമൻറ്റൈറ്റ് ആയിരിക്കും. ഓസ്റ്റനേറ്റ് പ്ലസ് സിമൻറ്റൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി ഈ കാണുന്ന ഓസ്റ്റനേറ്റ് സിമൻറ്റൈറ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എവിടെ എത്തണം? കംപ്ലീറ്റ് ഓസ്റ്റനേറ്റും സിമൻറ്റൈറ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അത് എവിടെ എത്തണം? ഇവിടെ എത്തണം. ഓക്കെ, ഈ ഒരു ലിമിറ്റിംഗ് ലൈനിലെത്തിയാലേ ഈ ഓസ്റ്റനേറ്റ് കംപ്ലീറ്റ് എന്തായിട്ടാണ് മാറുള്ളൂ? സിമൻറ്റൈറ്റ് ആയിട്ട് മാറുള്ളൂ. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ട്? വേറെ സോളിഡ് ഫേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കാം. നമ്മുടെ പോയിന്റ് ഓഫ് കോൺസെൻട്രേഷൻ എന്താണ്? എപ്പോഴും ഈ സ്റ്റീലിലാണ് ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഓസ്റ്റനേറ്റിൻ്റെ ഫോമേഷൻ അല്ലെങ്കിൽ ഓസ്റ്റനേറ്റ് ഫോമേഷൻ കംപ്ലീറ്റ് എന്തായും മാറും. ഓസ്റ്റനേറ്റ് കംപ്ലീറ്റ് മാറും എപ്പോൾ? ഈ ഒരു ടെമ്പറേച്ചറിൽ എത്തുന്ന സമയത്ത്, കൂൾ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് എന്ത് ചെയ്യും? മാറും. എന്നിട്ട് ഇവിടെ 0.8% കാർബണിനെക്കാട്ട് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന സ്ട്രക്ചർ എന്താണ്? അല്ലെങ്കിൽ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ഫേസ് ഏതാണ്? പേളൈറ്റിൻ്റെയും ഫെറൈറ്റിൻ്റെയും ഫേസ് ആണ്. ആക്ച്വലി പേളൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പേളൈറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സിമൻറ്റൈറ്റ്, സിമൻറ്റൈറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഫെറൈറ്റിൻ്റെയും മിക്സ്ചറാണ് ഓസ്റ്റനൈറ്റ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രിഷ്യൽ സോളിഡ് സൊല്യൂഷൻ. ഇവിടെ എഴുതി വെച്ചിരുന്നല്ലോ, ഓസ്റ്റനൈറ്റ് അല്ല, പെളൈറ്റ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഫെറൈറ്റ് ആൻഡ് സിമൻറ്റൈറ്റ് കണ്ടെയ്നിങ് 0.08% കാർബൺ. ഓക്കെ, പേളൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. സിമൻറ്റൈറ്റിൻ്റെയും ഫെറൈറ്റിൻ്റെയും മിക്സ്ചറാണ്. അതിലടങ്ങിയിട്ടുള്ള കാർബൺ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 0.8% ആണ് പേളൈറ്റിൽ. അപ്പോൾ ആ പേളൈറ്റ് എന്ന് പറയുന്ന ഫേസും കൂടാതെ ഫെറൈറ്റ് എന്ന് പറയുന്ന ഫേസും കൂടിയാണ് എന്ത് ചെയ്യുക? ലെസ് ദാൻ 0.8% ആണ് കാർബൺ കണ്ടൻറ്റ് എങ്കിൽ ആ അലോയിൽ ആഫ്റ്റർ ദിസ് ടെമ്പറേച്ചർ നമുക്ക് കിട്ടാവുന്ന ഫേസസ് എന്ന് പറയുന്നത്. അല്ല 0.8% കാർബണിലാണ് അല്ലെങ്കിൽ 0.8% കാർബണുള്ള അലോയിയാണ് നിങ്ങൾ കൂടെ ഇത് കൊണ്ടുവരുന്നെങ്കിൽ അത് ഈ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് 723 എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്ന സമയത്ത് ആ ഓസ്റ്റനേറ്റ് കംപ്ലീറ്റ് എന്തായിട്ട് മാറും? പേളൈറ്റ് ആയിട്ട് മാറും. കംപ്ലീറ്റ് എന്തായിട്ട് മാറും? പേളൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, പേളൈറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അല്ല 0.8%-നെക്കാട്ടും കൂടുതലായിട്ടുള്ളൊരു ടെമ്പറേച്ചറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 0.8%-നെക്കാട്ടും കൂടുതലായിട്ടുള്ള കാർബൺ കണ്ടൻ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത്തരം ഒരു അലോയി നിങ്ങൾ അവിടുന്ന് കൂൾ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഓസ്റ്റനേറ്റ് ഫോമേഷൻ ഈ ഒരു ലൈൻ എത്തിയാൽ എൻ്റെ ചെയ്യും? ഓസ്റ്റനേറ്റ് എന്ത് ചെയ്യും? പേളൈറ്റ് ആയിട്ടും സിമൻറ്റൈറ്റ് ആയിട്ടും എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ അവിടെ രണ്ട് ഫേസസ് എന്ത് ചെയ്യാണ്? അവിടെ പ്രസൻ്റ് ആണ് ഈ ഒരു റീജിയനിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത്രയും പറഞ്ഞത് എന്തിൻ്റെ ആയിരുന്നു? സ്റ്റീലിൻ്റെ കേസാണ്. ഇനി കാസ്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ലിക്വിഡ് ഫോമിലുള്ള അയൺ കാർബൺ അലോയ് പ്രസൻ്റ് ആണ്. നമ്മൾ കൂൾ ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു ലൈനിലെത്തുമ്പോൾ സോൾഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോൾഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ലൈനിലെത്തുമ്പോൾ സോൾഡിഫിക്കേഷൻ അവസാനിക്കും. അവിടെ അവസാനിക്കുന്ന സമയത്ത് അറിയാം ആ ലൈനിൽ ആരാണ് വരുന്നത്? ഓസ്റ്റനൈറ്റ് ആണ് വരുന്നത്. ഓസ്റ്റനൈറ്റ് വരുന്നുണ്ട്. കൂടാതെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ആര് വരുന്നുണ്ട്? സിമൻറ്റൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, കൂടാതെ ഇവിടെ ഒരു പോയിന്റും കൂടി കാണാം. ഈ ഒരു പോയിന്റിൽ കൂടിയാണ്, അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിലുള്ള, അതായത് 4.3% കാർബണുള്ള അലോയിയാണ് നിങ്ങൾ കൂൾ ചെയ്ത് കൊണ്ടുവരുന്നെങ്കിൽ അത് ഈ ഒരു 1130 ഡിഗ്രി സെൽഷ്യസിലെത്തിയാൽ അതെന്ത് ചെയ്യും? ആ ലിക്വിഡ് ഫോമിലുള്ള നമ്മുടെ അലോയി കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ട് മാറുന്നുണ്ട്? രണ്ട് സോളിഡ് ഫേസിലേക്ക് മാറുകയാണ്. ആ കംപ്ലീറ്റ് എന്തായിട്ട് മാറുകയാണ്? സോളിഡ് ഫേസിലേക്ക് മാറുന്നുണ്ട്. ഏത് സോളിഡ് ഫേസിലേക്കാണ് മാറുന്നത്? ആ സോളിഡ് ഫേസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലെഡുബറൈറ്റ് എന്നാണ്. എന്താണ്? ലെഡുബറൈറ്റ്. ഇവിടെ അതേപോലത്തെ ഒരു പോയിന്റ് നമുക്കുണ്ടായിരുന്നു.
സ്റ്റീലിൻ്റെ കേസിൽ 0.8% കാർബണുള്ള അലോയെ നമ്മൾ കൂൾ ചെയ്ത് കൊണ്ടുവന്ന് 723 ഡിഗ്രി സെൽഷ്യസിലെത്തിയാൽ അതെന്തായിട്ട് മാറുകയാണ്? കംപ്ലീറ്റ് പേളൈറ്റ് ആയിട്ടാണ് മാറുന്നത്. എന്നാൽ ലെസ് ദാൻ 0.8% ആകുമ്പോൾ പേളൈറ്റ് പ്ലസ് ഫെറൈറ്റും, ഗ്രേറ്റർ ദാൻ 0.8% ആകുമ്പോൾ പേളൈറ്റ് പ്ലസ് സിമൻറ്റൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതേപോലെ കാസ്റ്റേണിൻ്റെ കേസിലും ഈ 1130 ഡിഗ്രി സെൽഷ്യസിൽ 4.3% കാർബൺ കണ്ടൻറ്റുള്ള അലോയ് നമ്മൾ കൂൾ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അതെന്തായിട്ടാണ് മാറുന്നത്? കംപ്ലീറ്റ് ലെഡുബറൈറ്റ് എന്ന് പറയുന്ന വേറൊരു ഫേസ്. ആ ഫേസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് എ മിക്സ്ചർ. ആക്ച്വലി അതെന്താണ്? ഒരു മിക്സ്ചറാണ്. ഏതിൻ്റെയൊക്കെ മിക്സ്ചറാണ്? ഓസ്റ്റനൈറ്റിൻ്റെയും അതുപോലെ തന്നെ സിമൻറ്റൈറ്റിൻ്റെയും മിക്സ്ചറാണ്. ഓസ്റ്റനൈറ്റിൻ്റെയും സിമൻറ്റൈറ്റിൻ്റെയും മിക്സ്ചറാണ് എന്ത്? ലെഡുബറൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെഡുബറൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫേസ് തന്നെയാണ്, പക്ഷെ അതൊരു മെക്കാനിക്കൽ മിക്സ്ചറാണ്. ഒരു ഓസ്റ്റനൈറ്റിൻ്റെയും സിമൻറ്റൈറ്റിൻ്റെയും ഒരു മിക്സ്ചറാണത്. ഓക്കെ, മെക്കാനിക്കൽ മിക്സ്ചർ അല്ല, മിക്സ്ചർ. ഓക്കെ, ഓസ്റ്റനൈറ്റ് ഫേസും സിമെൻറ്റ് ഫേസും കൂടി അടങ്ങിയിട്ടുള്ള വേറൊരു ഫേസാണ് ലെഡുബറൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെഡുബറൈറ്റ് ഈ 4.3% ലെസ് ദാൻ ആണ് എങ്കിൽ പിന്നെ അവിടെ കിട്ടുന്ന ഫേസ് അപ്പോൺ കൂളിംഗ് നമുക്ക് ആ ഒരു ഏരിയയിൽ കിട്ടുന്ന ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഓസ്റ്റനൈറ്റ്. ആൾറെഡി ഇവിടെ ഓസ്റ്റനൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലെഡുബറൈറ്റ് അതിൽ പ്രസൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സിമൻറ്റൈറ്റും അതിലെന്തായിരിക്കും? പ്രസൻ്റ് ആയിരിക്കും. ഈ മൂന്നെണ്ണത്തിൻ്റെയും കൂടി മിക്സ്ചർ ആയിട്ടുള്ള ഒരു ഫേസാണ് നമുക്ക് എന്ത് ചെയ്യുക? ഈ ഒരു റീജിയണിൽ നമുക്ക് കിട്ടുക. എബോവ് 723-ലും ബിലോ 1130 ഡിഗ്രി സെൽഷ്യസിലും 4.3% കാർബണിനെക്കാട്ടും കുറവാകുന്ന കണ്ടീഷനിൽ നമ്മൾ അലോയിനെ കൂൾ ചെയ്യുന്ന സമയത്ത്. അതേപോലെ ഇപ്പുറത്തെ റൈറ്റ് സൈഡ് എടുക്കുക, ഗ്രേറ്റർ ദാൻ 4.3% എടുക്കുക. അവിടെ നിങ്ങൾ ഇങ്ങനെ കൂൾ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ലിക്വിഡ് കംപ്ലീറ്റ് സോളിഡായിട്ട് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഫേസ് എന്ന് പറയുന്നത് സിമൻറ്റൈറ്റിൻ്റെയും ലെഡുബറൈറ്റിൻ്റെയും കൂടി മിക്സ്ചറായിട്ടുള്ള ഒരു ഫേസാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മൈക്രോ സ്ട്രക്ചറാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇവിടെ കിട്ടുക. ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാലും ഫേസ് എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെയാണ്, അത് ഓർത്തിരിക്കുക. മൈക്രോ സ്ട്രക്ചറും മൈക്രോ ഫേസ് എന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടെ മീൻ ചെയ്യുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എത്തിയിരിക്കുന്ന സാധനം എവിടെ എത്തി? ഇപ്പോൾ കൂൾ ചെയ്ത് നമ്മൾ ഇവിടെ വരെ കൊണ്ടുവന്നു, 723 ഡിഗ്രി സെൽഷ്യസ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആഫ്റ്റർ 723 ഡിഗ്രി സെൽഷ്യസ് അതിലെന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ആഫ്റ്റർ 723 ഡിഗ്രി സെൽഷ്യസ് ഇതിനെ നമ്മൾ വീണ്ടും കൂൾ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഈ ഓസ്റ്റനൈറ്റിന് അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ഓസ്റ്റനൈറ്റ് 723 ഡിഗ്രി സെൽഷ്യസിൻ്റെ ബിലോ സ്റ്റേബിൾ അല്ല. ഓസ്റ്റനൈറ്റ് ഒരു കാരണവശാലും പ്രസൻ്റ് ആവില്ല. ആ ഓസ്റ്റനൈറ്റ് എന്തായിട്ട് മാറും? പേളൈറ്റ് ആയിട്ട് മാറും. ആ ഓസ്റ്റനൈറ്റ് പേളൈറ്റ് ആയിട്ട് മാറും. ബാക്കി ലെഡുബറൈറ്റിന് ചെറിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് ട്രാൻസ്ഫോംഡ് ലെഡുബറൈറ്റും സിമെൻറ്റൈറ്റിൽ യാതൊരു മാറ്റം സംഭവിക്കില്ല. അതേപോലെ ഇപ്പുറത്തിരിക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സിമെൻറ്റൈറ്റും ലെഡുബറൈറ്റാണ്, അതിൽ യാതൊരു മാറ്റവും ആഫ്റ്റർ 723 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാലും ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനിങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെയൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എക്സ്പ്ലെയിൻ ചെയ്യാനോ എഴുതാനൊന്നും പോകണ്ട. ജസ്റ്റ് ഈ ഒരു ഡയഗ്രാം വരച്ചാൽ മാത്രം മതി. എന്നിട്ട് അതിൽ അടങ്ങിയിട്ടുള്ള പോയിൻറ്റ്സുകൾ ഏതെല്ലാമാണ് എന്നുള്ള കാര്യം വെറുതെ എഴുതി വെച്ചാൽ മതി. കൂടുതലായിട്ട് വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ, ഈ ഡയഗ്രാം എന്താണ് എന്ന് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഫേസ് ചേഞ്ചസ് ഇപ്പോൾ പഠിച്ചത് എന്താണ്? ഡിഫറെൻറ്റ് ഫേസ് ചേഞ്ചസ് ആണ്. അത് ഏത് ഫേസ് ചേഞ്ചസാണ് നമ്മൾ പഠിച്ചത്? സോളിഡ് ഫേസ് ചേഞ്ചസ് ആണ് നമ്മൾ മോസ്റ്റ്ലി പറഞ്ഞിട്ടുള്ളത്. കാരണം ലിക്വിഡ് ഫേസ് ചേഞ്ച് ആകെ ഒരു വട്ടേ നടക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? സോളിഡ് ഫേസ് ചേഞ്ചസ് ആണ്. സോളിഡ് ഫേസ് ചേഞ്ചസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കംപ്ലീറ്റ് ഫേസ് ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. ഇനി നിങ്ങൾ ഓർത്തിരിക്കുക, ഇവിടെ ഓരോ ഫേസ് ചേഞ്ച് നടക്കുന്നതിന്, അല്ലെങ്കിൽ ഓരോന്നിനും ഒരു ഫേസ് ചേഞ്ച് നടക്കുന്നതിന് ഓരോത്തിനും ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ ഉണ്ട്. ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ലിമിറ്റിംഗ് ടെമ്പറേച്ചേഴ്സ് അവിടെ പ്രസൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഡെൽറ്റ അയൺ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെൽറ്റ അയണിൻ്റെ ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ 1400 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1393 ഇവിടെ നോക്കാം, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് ബൗണ്ടറീസ് സെപ്പറേറ്റിംഗ് ഫേസസ്. നമ്മളിൽ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്. ഈ ഫേസസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറീസ് ഏതെല്ലാമാണ്?
എന്നുള്ളത് നമ്മളൊന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണും ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ A1 എന്ന് പറയുന്നതാണ്. A1 എന്ന് പറഞ്ഞാൽ എന്താണ്? ദ അപ്പർ ലിമിറ്റ് ഓഫ് ദ ഫെറൈറ്റ് സിമൻറ്റൈറ്റ് ഫേസ് ഫീൽഡ്. ദ അപ്പർ ലിമിറ്റ് ഓഫ് ഫെറൈറ്റ് സിമൻറ്റൈറ്റ് ഫേസ് ഫീൽഡ്. നമ്മുടെ ഫെറൈറ്റിൻ്റെയും അതുപോലെ തന്നെ സിമൻറ്റൈറ്റ് എന്ന് പറയുന്ന രണ്ട് ഫേസ് ഫീൽഡിൻ്റെയും അപ്പർ ലിമിറ്റാണ് A1 എന്ന് പറയുന്ന ലൈൻ. അതെന്താണ്? ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് ഗോയിങ് ത്രൂ ദ യുക്ടെക്ടോയിഡ് പോയിന്റ് 723 ഡിഗ്രി സെൽഷ്യസിൽ. നോക്കാം ഏതാണത്. അത് ഈ കാണുന്ന ലൈൻ, ഈ കാണുന്ന ഹൊറിസോണ്ടൽ ലൈനാണ്. ഇതാണ് നമ്മുടെ യുക്ടെക്ടോയിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിൻ്റാണ്. അപ്പോൾ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന 723 ഡിഗ്രി സെൽഷ്യസിൽ പാസ് ചെയ്യുന്ന ഈ ഒരു ലിമിറ്റിംഗ് ലൈനാണ്. എന്തിൻ്റെ ലിമിറ്റിംഗ് ലൈനാണത്? അത് ഈ ഫെറൈറ്റ്, എന്താണ്, ഫെറൈറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സിമൻറ്റൈറ്റിൻ്റെയും ലിമിറ്റിംഗ് ലൈനാണ്. എന്ത്? അപ്പർ ലിമിറ്റിംഗ് ലൈനാണിത് A1 എന്ന് പറയുന്നത്. ദെൻ എന്താണ്? A2 എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. അവിടെ എന്താണ്? അയൺ ലോസസ് ഇറ്റ്സ് മാഗ്നറ്റിസം, സോ കാൾഡ് ക്യൂറി ടെമ്പറേച്ചർ. നോട്ട് ദാറ്റ് ഫോർ പ്യുവർ അയൺ ദിസ് ഈസ് സ്റ്റിൽ ഇൻ ദി ആൽഫ ഫേസ്. അതായത് ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ഉണ്ട്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ അയൺ എന്ത് ചെയ്യും? അയണിൻ്റെ മാഗ്നറ്റിസം പ്രോപ്പർട്ടി പോകും. അപ്പോൾ ഈ ഒരു അലോയ്ക്ക് മാഗ്നറ്റിസം പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ A2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ലൈൻ എത്തിക്കഴിഞ്ഞാൽ അത് ഇവിടെ കാണാം നിങ്ങൾക്ക്. A2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ലൈൻ. അപ്പോൾ A2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ലൈനിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ എന്തില്ല? ഇതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഈ ഒരു അലോയ്ക്ക് പ്രസൻ്റ് അല്ല. അതാണ് A2 എന്ന് പറയുന്ന ലൈൻ. ഓക്കെ. പിന്നെന്താണ്? A3 എന്ന് പറയുന്നത് ദ ബൗണ്ടറി ബിറ്റ്വീൻ ഗാമ ഓസ്റ്റനൈറ്റ് ആൻഡ് ദ ഓസ്റ്റനൈറ്റ് ഫെറൈറ്റ് ഫീൽഡ്. ഗാമ ഓസ്റ്റനൈറ്റും ഓസ്റ്റനൈറ്റ് ഫെറൈറ്റ് ഫീൽഡും തമ്മിലുള്ള ബൗണ്ടറിയാണ് A3 എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ ഓൾറെഡി കാണിച്ചതാണ്. A3 ഇതാണ്, ഈ കാണുന്ന ലൈനാണ് A3. ഗാമ ഓസ്റ്റനൈറ്റ്, ഇതാണ് ഗാമ ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്ന ഫീൽഡ്. അതും നമ്മുടെ ഫെറൈറ്റ് ഫീൽഡും, ഫെറൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു സെപ്പറേറ്റിംഗ് ബൗണ്ടറിയാണ് A3 എന്ന് പറയുന്നത്. ഓക്കെ. ഓസ്റ്റനൈറ്റ് ഫെറൈറ്റ് ഫീൽഡിൻ്റെയും ഗാമ ഓസ്റ്റനൈറ്റിൻ്റെയും ഇടയിലുള്ള ആ ഒരു സെപ്പറേറ്റിംഗ് റീജിയനാണ് A3 എന്ന് പറയുന്നത്. A4 എന്ന് പറയുന്നത് എന്താണ്? ദ പോയിന്റ് ഇൻ ദിസ് കേസ് വെർ ആൽഫ ചേഞ്ചസ് ടു ഡെൽറ്റ അറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ്. അതായത് നമ്മുടെ ഇവിടെയൊക്കെ എന്താ, ഇവിടെ വരെ പ്രസൻ്റ് ആയിട്ടുള്ള ആളാരാണ്? ആൽഫ ഫെറൈറ്റ് ആണ്. അപ്പോൾ ഈ അയൺ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടെമ്പറേച്ചറിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് ഡെൽറ്റ അയണായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ലൈനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? സോറി, ആ ലൈനല്ല, ഈ ലൈനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? A4 ലൈൻ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഡെൽറ്റ അയണായിട്ട് മാറുന്ന ആ ഒരു കണ്ടീഷൻ. അതുപോലെ തന്നെ ACM എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈൻ ഉണ്ട്. അതെന്താണ്? ദ ബൗണ്ടറി ബിറ്റ്വീൻ ഗാമ ഓസ്റ്റനൈറ്റ് ആൻഡ് ദ ഓസ്റ്റനൈറ്റ് സിമൻറ്റൈറ്റ് ഫീൽഡ്. ഗാമ ഓസ്റ്റനൈറ്റ് ഏതാണ്? ഇതാണ്. ഓസ്റ്റനൈറ്റ് സിമൻറ്റൈറ്റ് ഫീൽഡ് ഏതാണ്? ഇതാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ബൗണ്ടറി ലൈനാണ് ACM. അത് ഇതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ലൈൻസുകൾ അതിൽ പ്രസൻ്റ് ആണ്. A1 എന്ന് പറയുന്ന ലൈൻ എന്താണ്? ഫെറൈറ്റിൻ്റെയും അതുപോലെ തന്നെ സിമൻറ്റൈറ്റിൻ്റെയും ലിമിറ്റിംഗ് ലൈനാണ്. പാസിംഗ് ത്രൂ എന്താണ്? യുക്ടെക്ടോയിഡ് പോയിന്റ്. അതുപോലെ A2 എന്ന് പറയുന്ന ലൈന് ക്യൂറി ടെമ്പറേച്ചർ ലൈനാണ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലോസ് ആവുന്ന ലൈനാണ്. അതുപോലെ A3 എന്ന് പറയുന്നത് എന്താണ്? ഗാമ ഓസ്റ്റനൈറ്റും അതുപോലെ തന്നെ ഓസ്റ്റനൈറ്റ് ഫെറൈറ്റ് എന്ന് പറയുന്ന ഫീൽഡും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനാണ്. അതുപോലെ ACM എന്ന് പറയുന്ന ലൈൻ എന്താണ്? ഗാമ ഓസ്റ്റനൈറ്റും ഓസ്റ്റനൈറ്റ് സിമൻറ്റൈറ്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഫീൽഡാണ്. അതുപോലെ ഇവിടെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെൽറ്റ അയണിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഡെൽറ്റ അയണും ആൽഫ അയണും തമ്മിലുള്ള ആ ഒരു സെപ്പറേറ്റിംഗ് ഫീൽഡാണ് ഏത്? ഇത്. അത് ഓർത്തിരിക്കുക. അതുപോലെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ, ഈ ഒരു 3 പോയിന്റുകൾ, ഇവിടെ ഒരു പോയിന്റ് പ്രസൻ്റ് ആണ്, അതുപോലെ ഇവിടെ ഒരു പോയിന്റ് പ്രസൻ്റ് ആണ്, അതുപോലെ ഇവിടെ ഒരു പോയിന്റ് പ്രസൻ്റ് ആണ്. ഈ 3 പോയിന്റുകളും
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 പോയിന്റിലും വെച്ചിട്ട് എന്ത് നടക്കുന്നുണ്ട്? ഇൻവേരിയൻ്റ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. എന്താണ്? ഇൻവേരിയൻ്റ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. എന്താണ് ഇൻവേരിയൻ്റ് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ നമ്മൾ അത്രയ്ക്കൊന്നും പോകണ്ട. അവിടെ 3 ഇൻവേരിയൻ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ആ 3 ഇൻവേരിയൻ റിയാക്ഷൻസും എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നടക്കുന്ന ഇൻവേരിയൻ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഹൈ ടെമ്പറേച്ചറിൽ നടക്കുന്ന ഇൻവേരിയൻ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് പെരിടെക്റ്റിക് റിയാക്ഷൻ. അതുപോലെ പിന്നെ അടുത്ത ഒരു റിയാക്ഷനാണ് യുക്ടെക്റ്റിക് റിയാക്ഷൻ. ഇവിടെ ഉണ്ട് യുക്ടെക്റ്റിക് റിയാക്ഷൻ. അതുപോലെ തന്നെ ഈ ഒരു ടെമ്പറേച്ചറിൽ എത്തുന്ന സമയത്ത് നടക്കുന്ന റിയാക്ഷനാണ് യുക്ടെക്റ്റോയിഡ് റിയാക്ഷൻ. എന്താണ്? യുക്ടെക്റ്റോയിഡ് റിയാക്ഷൻ. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഇതും കൂടി പഠിക്കണം. പെരിടെക്റ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ് കഴിയുന്നത്? 1495 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലേ? 1492 അല്ലെങ്കിൽ 95 ഡിഗ്രി സെൽഷ്യസിലാണ് പെരിടെക്റ്റിക് റിയാക്ഷൻ ഒക്കെ പറയുന്നത്. അന്നേരം എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോക്കുക, അവിടെ ആരുള്ളത്? ഡെൽറ്റ പ്ലസ് ലിക്വിഡ് ആയിട്ടുള്ള ഒരാളാണ് നമുക്കിവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ഫേസ്. ഡെൽറ്റ പ്ലസ് ലിക്വിഡ് ആയിട്ടുള്ള ആൾ ഈ ഒരു കണ്ടീഷനിൽ എത്തുമ്പോൾ എന്തായിട്ടാണ് മാറുന്നത്? ഓസ്റ്റനൈറ്റ് ആയിട്ടാണ് മാറുന്നത്. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഇൻവേരിയൻ റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ പെരിടെക്റ്റിക് റിയാക്ഷൻ അറ്റ് 1495 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 0.16% കാർബൺ. അതായത് ഇവിടുത്തെ കാർബൺ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 0.16. ഇവിടെ 0.18 എന്ന് കാണിച്ചിട്ടുണ്ട്. അത് 180 എടുത്താലും 16. ചില ടെക്സ്റ്റ് ബുക്കിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. 0.16% കാർബണിൽ 1495 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഡെൽറ്റ ഫെറൈറ്റ് പ്ലസ് ലിക്വിഡ് ആയിട്ടുള്ള നമ്മുടെ അയൺ കാർബൺ അലോയി എന്തായിട്ട് മാറുന്നു? ഗാമ അയൺ, അതായത് ഓസ്റ്റനൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതാണ് പെരിടെക്റ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു റിയാക്ഷൻ നമ്മൾ പറഞ്ഞു, യുക്ടെക്റ്റിക് റിയാക്ഷൻ. യുക്ടെക്റ്റിക് റിയാക്ഷൻ ഏത് ടെമ്പറേച്ചറിലാണ്? 1147 ഡിഗ്രി സെൽഷ്യസിൽ 4.3% കാർബണിൽ. 1147 എന്നുള്ളത് നിങ്ങൾ മറക്കുക. തൽക്കാലം 1130 എടുക്കുക. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിലുള്ള ടെമ്പറേച്ചർസ് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ 1130 ഡിഗ്രി സെൽഷ്യസ് എടുക്കുക. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ ഈ ഒരു പോയിന്റ് അല്ലേ, ഇതാണല്ലോ നമ്മൾ പറഞ്ഞ യുക്ടെക്റ്റോയിഡ് പോയിന്റ് അല്ലെങ്കിൽ യുക്ടെക്റ്റിക് റിയാക്ഷൻ നടക്കുന്ന പോയിന്റ്. യുക്ടെക്റ്റിക് റിയാക്ഷൻ നടക്കുന്ന പോയിന്റ് അവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നത് നോക്കിക്കേ. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ലിക്വിഡ് ഫേസ് അല്ലേ, അവിടെ ആരുള്ളത്? ലിക്വിഡ് ഫേസിൽ പ്രസന്റ് ആയിട്ടുള്ള അയൺ കാർബൺ അലോയി അറ്റ് 4.3% കാർബണിലുള്ള അയൺ കാർബൺ അലോയിയുടെ ലിക്വിഡ് ഫേസ് ആണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. അതെന്ത് ചെയ്യുന്നു? ഈ ഒരു യുക്ടെക്റ്റിക് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, യുക്ടെക്റ്റിക് റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അതെന്തായിട്ടാണ് മാറുന്നത്? അത് സോളിഡായിട്ട് മാറുന്നുണ്ട്. എന്തൊക്കെ സോളിഡായിട്ടാണ് മാറുന്നത്? ആ ലിക്വിഡ് ഗാമ അയണായിട്ടും സിമെൻ്റൈറ്റായിട്ടുമാണ് അതെന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഗാമ അയണും സിമെൻ്റൈറ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺവേർഷൻ നടക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഗാമ അയണും, അതായത് ഈ ലിക്വിഡ് ഈ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്ത് ഈ ഒരു റിയാക്ഷൻ കഴിയുന്ന സമയത്ത് ആ ലിക്വിഡ് എന്തായിട്ട് മാറുന്നു? ഗാമ അയൺ, അതായത് ഓസ്റ്റനൈറ്റ് പ്ലസ് പിന്നെ എന്തായിട്ടാണ് മാറുന്നത്? സിമെൻ്റൈറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ഇവിടെ മാറുന്നത്. ഈ ഓസ്റ്റനൈറ്റ് പ്ലസ് സിമെൻ്റൈറ്റിനെ നമ്മൾ വിളിച്ച പേരുണ്ടായിരുന്നു, കാരണം അതിൻ്റെ രണ്ടിനും കൂടി മിക്സ്ചറാണെന്ന് പറയുന്നു യുക്ടെക്റ്റിക്. അതിൻ്റെ പേരെന്താണ്? ലെഡുബറൈറ്റ് എന്നാണ്. ലെഡുബറൈറ്റ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഒരു യുക്ടെക്റ്റോയിഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട് 723 ഡിഗ്രി സെൽഷ്യസ് 0.8% കാർബണിൽ. എവിടെയാണ്? സ്റ്റീലിലാണ് വരുന്നത്. 0.8% കാർബണിൽ ഈ ഒരു പോയിന്റ് എടുത്താൽ യുക്ടെക്റ്റിക് പോയിന്റ് എന്നാണ്, യുക്ടെക്റ്റോയിഡ് പോയിന്റ് എന്നാണ് പറയുക. ആ യുക്ടെക്റ്റോയിഡ് പോയിന്റിൽ വെച്ചിട്ട് നമ്മുടെ ഓസ്റ്റനൈറ്റിന് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ആരാ പ്രസന്റ് ആയിട്ടുള്ളത്? ഇവിടെ ഓസ്റ്റനൈറ്റ് ആണ്. ആ ഓസ്റ്റനൈറ്റ് ഈ 723 ഡിഗ്രി സെൽഷ്യസിൽ യുക്ടെക്റ്റോയിഡ് പോയിന്റിൽ വെച്ചിട്ട് എന്തായിട്ട് കൺവേർട്ട് ആവുന്നു? പേളൈറ്റ് ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത് അല്ലേ? പേളൈറ്റ് ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത്. പേളൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു? വിച്ച് ഈസ് എ മിക്സ്ചർ ഓഫ് ഫെറൈറ്റ് ആൻഡ് സിമെൻ്റൈറ്റ് അല്ലേ? വിച്ച് ഈസ് എ മിക്സ്ചർ ഓഫ് ഫെറൈറ്റ് ആൻഡ് സിമെൻ്റൈറ്റ്. അതായത് ഗാമ അയൺ, അതായത് നമ്മുടെ ഓസ്റ്റനൈറ്റ് എന്തായിട്ട് മാറുന്നു? ആൽഫ ഫെറൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ എന്തായിട്ട്? സിമെൻ്റൈറ്റ് ആയിട്ടും മാറുന്നു. ഈ രണ്ട്
ഫേസും കൂടി അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആ ഒരു മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? പേളൈറ്റ്. അതായത് ഓസ്റ്റനൈറ്റ് പേളൈറ്റ് ആയിട്ട് മാറുന്നു അറ്റ് 0.8% കാർബൺ ആവുന്ന സമയത്ത്, കൂൾ ചെയ്യുന്ന സമയത്ത് യുക്റ്ററ്റിക് റിയാക്ഷൻ വഴി. അതുപോലെ യുക്റ്റക്ടോയിഡ്. യുക്റ്ററ്റിക് റിയാക്ഷനിൽ എന്താ നടക്കുന്നത്? ലിക്വിഡ് ഫേസിലുള്ള അയൺ കാർബൺ അലോയ് 4.3% അയൺ കാർബൺ അലോയ് 1130 ഡിഗ്രി സെൽഷ്യസിൽ ഗാമ അയണും Fe3C ആയിട്ട് മാറുന്നു. ഇത് രണ്ടിൻ്റെയും കൂടിയും മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലെഡുബറൈറ്റ് എന്നാണ്. കാരണം ഇത് രണ്ടിൻ്റെയും കൂടി മിക്സ്ചർ ആയിട്ടാണ് ഇത് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക, അല്ലാതെ സിംഗിൾ ആയിട്ടല്ല അതുണ്ടായിരിക്കുക. ലെഡുബറൈറ്റ് എന്നാണ് പറയുക. അതുപോലെ തന്നെ പെരിഡക്റ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.1% കാർബണിൽ 1493 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ ഡെൽറ്റ ഫെറൈറ്റ് പ്ലസ് ലിക്വിഡ് എന്തായിട്ട് മാറുന്നു? ഗാമ അയണായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ, 3 ഇൻവേരിയൻ്റ് റിയാക്ഷൻസും നിങ്ങൾ ഓർത്തിരിക്കുക. ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം കാര്യങ്ങൾ എഴുതാൻ. അപ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡയഗ്രം നിങ്ങൾ വ്യക്തമായി പഠിക്കുക. പഠിക്കാൻ എന്താ ചെയ്യുക? ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു 723 ഡിഗ്രി സെൽഷ്യസിൽ ലൈൻ വരുന്നുണ്ട്, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരുന്നുണ്ട്. പിന്നെ എത്ര? 1130 ഡിഗ്രി സെൽഷ്യസിൽ ഹൊറിസോണ്ടൽ ലൈൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ 1492 ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരുന്നുണ്ട്. ആ ലൈൻസ് ഓർത്തിരിക്കുക. പിന്നെ എവിടെയൊക്കെയാണ് ആ ലിമിറ്റിംഗ് ഫേസ് ചേഞ്ച് നടക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരൊക്കെയാണ് വരുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതേപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് അത് വരയ്ക്കാൻ പറ്റും. കൃത്യമായ പെർസെൻറ്റേജും ഓർത്തിരിക്കുക. എന്നിട്ട് അത് വരച്ചതിന് ശേഷം എന്താണ് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം, എന്തിനാണ് എന്നുള്ളത് പറയുക. എക്സ് ആക്സിസിൽ എന്താ, വൈ ആക്സിസിൽ എന്താ, ആ കാര്യം പറയുക. ദെൻ ഇതിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഫേസസ് ഇതെല്ലാം ഏതൊക്കെയാണ്? ഫെറൈറ്റ്, ഓസ്റ്റനൈറ്റ്, പേളൈറ്റ്, സിമെൻറ്റൈറ്റ്, ലെഡുബറൈറ്റ് എന്നിവയൊക്കെയാണ്. ഇതിനെപ്പറ്റി പഠിക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഇതിൽ കൊടുത്തിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് പഠിക്കുക. ഇല്ലെങ്കിൽ അത് എന്താണെന്നെങ്കിലും എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് അത് എന്താണെന്നുള്ളതെങ്കിൽ ചെയ്യാം. ഈ ഒരു സെൻറ്റൻസ് എങ്കിലും, ആദ്യത്തെ ഒരു കാര്യമെങ്കിലും എന്താണെന്നുള്ള കാര്യമെങ്കിലും ഓരോന്നിൻ്റെ ഫേസിനെ കുറിച്ചിട്ടും എഴുതി വയ്ക്കുക. ദെൻ അതുപോലെ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ബൗണ്ടറീസ് ഏതെല്ലാമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. അതുപോലെ ഇവിടെ നമ്മൾ സോളിഡസ് ലൈനും അതുപോലെ തന്നെ ലിക്വിഡസ് ലൈനും പറഞ്ഞിരുന്നു, അത് രണ്ടും എന്താണെന്ന് പറയുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ 3 ഇൻവേരിയൻ്റ് റിയാക്ഷൻസ് ഇതിൽ പ്രസൻ്റ് ആണ്, അത് ഏതെല്ലാമാണ് എന്നെന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. സോ ഇത്രയും കാര്യം തന്നെ എഴുതി വെച്ചാൽ എന്തായി, നമുക്ക് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം എക്സ്പ്ലെയിൻ ആയി. അപ്പോൾ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, അതിലടങ്ങിയിട്ടുള്ള ഫേസസ്, ഡിഫറെൻറ്റ് ഫേസസ് ഏതെല്ലാമാണ്, ആ ഫേസസ് നടക്കുന്ന, ആ ഫേസ് ചേഞ്ച് നടക്കുന്ന ടെമ്പറേച്ചർ റീജിയൻ അല്ലെങ്കിൽ ബൗണ്ടറി റീജിയൻസ്, കൂടാതെ അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള 3 ഇൻവേരിയൻ്റ് റിയാക്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് പഠിക്കുക, അത് ഉൾപ്പെടുത്തിയിട്ട് എഴുതി വയ്ക്കുക. ഈ ഡയഗ്രാം പഠിക്കുക, കാരണം ഇത് 8 മാർക്കിന് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് നിർത്തുന്നു. ഇത് വളരെ ബോറിംഗ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ നമുക്ക് വേറെ നിവൃത്തിയില്ല അത് പഠിക്കുകയല്ലാതെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ക്ലാസ്സിനൊക്കെ തീർക്കാം. അപ്പോൾ ഈ ഒരു 2 ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ വെറുക്കരുത്. കാരണം ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, അതിൽ നമുക്ക് വേറൊരു മാർഗ്ഗവുമില്ല, കുറച്ചൊക്കെ ബോറിംഗ് ആണ്. ഓക്കെ, പക്ഷേ സെക്കൻഡ് മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂള്, ഫോർത്ത് മൊഡ്യൂള്, അത് 3 നല്ല സൂപ്പർ മൊഡ്യൂളാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന മൊഡ്യൂളുകളാണ് അതൊക്കെ. ഓക്കെ, ഓർത്തിരിക്കുക. എല്ലാവരും പഠിക്കണം, വെറുതെ കളയരുത്. താങ്ക് യു.